ഹബീബായ തങ്ങൾക്ക് അള്ളാഹ് ഇറക്കി കൊടുത്ത ഒരു ആയത്തുണ്ട് സൂറത്തുൽ മുദ്ദസിർ. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ. ഇന്നലെ നടന്ന സംഭവം അത്. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? യാ അയ്യുഹൽ മുദ്ദസിർ, ഹബീബായ തങ്ങളെ വിളിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. എന്തായാലും വായന, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയേ ഖും ഫഅൻദിർ, എഴുന്നേൽക്കൂ, ജനങ്ങളോട് വഅദ് പറയൂ. ഈ ആയത്ത് ഇന്നലെ മർക്കസ് സമ്മേളനത്തിൽ ഓതിയത് എങ്ങനെയാണെന്നറിയോ? യാ അയ്യുഹൽ മുദ്ദസിർ, ഓ സനത് വാങ്ങി കോട്ടിട്ട് നിൽക്കുന്ന സഖാഫികളെ, ഖും ഫഅൻദിർ, വേഗം എഴുന്നേറ്റ് പ്രബോധനം നടത്തണം, കോട്ടിട്ട സഖാഫികളെ എന്നാണ്. അപ്പൊ കോട്ടിടാത്ത സഖാഫികൾ ഇതിൽ പെടൂല. അങ്ങനെ ഞാൻ പിന്നെ ഇന്ന് ഇയാസുന്നിയിലെ സനത്ത് നോക്കുമ്പോൾ അതിലുണ്ട് യാ അയ്യുഹൽ മുദ്ദസിർ, കോട്ടിട്ട് നിൽക്കുന്ന അഹ്സനികളെ എന്ന് പറയും. ഏതായാലും നമ്മളപ്പോ ഖുർആനിൽ പറഞ്ഞ ആൾക്കാരാ. അഹ്സനി തക്കാഫി എന്നൊക്കെ പറഞ്ഞ നിങ്ങളിപ്പോ എന്താ മനസ്സിലാക്കിയത്? എന്താ വിചാരം? ഒക്കെയും ഇവർ ഈ കളി ഉണ്ടല്ലോ, അഹ്ലി കിതാബ് കളിച്ച കളി. അയ്യോ കേട്ടോളൂ, വലിയ ഹക്കീം പറഞ്ഞു കൊടുത്താൻ തോന്നുന്നു. നമ്മളെ പഠിപ്പിച്ചു മുദ്ദസിർ തന്നെ കോട്ട് ധരിച്ച ആള് എന്നാണ് അർത്ഥം. അപ്പൊ കോട്ട് ധരിച്ച സഖാഫി എന്ന് നിങ്ങളെ വിളിക്കും പോലെയാണ്. അല്ലാഹു തആല ഒരായത്തിറക്കിയാൽ ഖിയാമത്ത് നാൾ വരെ അതിന്റെ ഉദ്ദേശം നിലനിൽക്കുമല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു. പുറപ്പെട്ട് ഓടിക്കൊടുക്കുന്ന ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു. യാ അയ്യുഹൽ മുദ്ദമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്ന് പറഞ്ഞിട്ട് അന്ന് നിസ്കരിക്കാൻ പറഞ്ഞു. പിന്നീട് പുറത്തിറങ്ങാനായപ്പോൾ യാ അയ്യുഹൽ മുദ്ദസിർ, ഓ കോട്ട് ധരിച്ച നബിയെ ഖും ഫഅൻദിർ. ആ ആയത്ത് നമ്മളിലേക്ക് നോക്കുമ്പോൾ സനത് വാങ്ങി കോട്ട് ധരിച്ച് പുറത്തിറക്കുന്ന സഖാഫികളെ നിങ്ങൾ ഖും എഴുതിയിരിക്കുക, ഫഅൻദിർ ഭയപ്പെടുത്തി അറിയിക്കുക. എന്നാൽ എന്താ അർത്ഥം? ഖും എന്ന് വേണമെങ്കിൽ പറയാം, മദ്രസയിലുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ മുദ്ദസിർ, ഓ കോട്ടിട്ട് മുന്നിൽ നിൽക്കുന്ന സഖാഫികളെ എന്നാണ് അർത്ഥം. വാരിസാക്കി കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് മർക്കസിലെയും ഒതുക്കങ്ങൾ ഇയാസുന്നയിലെയും സനദ്ദാന സമ്മേളനത്തിൽ അവിടെ യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ എന്നുള്ള ആയത്ത് ഓതിയിട്ട് പ്രസംഗിക്കുകയാണ്. അതിനെ പരിഹസിച്ച് സുൽത്താനുൽ ഉലമയെ പഠിപ്പിക്കാൻ വന്നതാ കാട്ടുവളപ്പിൽ. ഉസ്താദ് അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് യാ അയ്യുഹൽ മുദ്ദസിർ, മുദ്ദസിർ എന്ന് പറഞ്ഞാൽ കോട്ട് ധരിച്ച ആൾ എന്നാണ് ഒരു അർത്ഥം. അപ്പോൾ കോട്ട് ധരിച്ച സഖാഫി എന്ന് നിങ്ങളെ വിളിക്കും പോലെയാണ് ഇപ്പോൾ ഈ യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് വെക്കുമ്പം ഉസ്താദ് പറയാണ്. കാരണം അള്ളാഹു ഒരു ആയത്ത് ഇറക്കി കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ അതിന്റെ ഉദ്ദേശം നിലനിൽക്കുമല്ലോ. അപ്പൊ യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണെങ്കിലും ഇപ്പം ഇവിടെ കോട്ട് ധരിച്ച് നിൽക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ആ ആയത്ത് നമ്മിലേക്ക് നോക്കുമ്പോൾ സനത് വാങ്ങി കോട്ടിട്ട് നിൽക്കുന്ന സഖാഫികളെ എന്നാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർ പറഞ്ഞിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കാട്ടുവളപ്പിൽ കോളാമ്പി വന്നത്. യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞതല്ലേ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അത് നബി തങ്ങളോട് പറഞ്ഞതാണ്. അതിപ്പം ഈ കോട്ടിട്ട സഖാഫികൾക്കാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പരിഹസിച്ചത്. ഈ കള്ളനതിന് കിതാബ് തിരിയോ? മുദ്ദസിർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ളത് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടില്ലേ? അത് തിരണ്ടതിന് എന്ത് ചെയ്യാം? ബഹുമാനപ്പെട്ട ഇമാം ബൈദാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു തഫ്സീറുണ്ട് അൻവാറു തൻസീൽ. അതിന്റെ ഹാഷിയയിൽ കാണാം അൽ മുദ്ദസിർ. മുദ്ദസിർ എന്ന് പറഞ്ഞാൽ ലാബിസുദ്ദിസാർ, കോട്ട് ധരിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദിസാർ എന്ന് പറഞ്ഞാൽ കോട്ട് എന്നാണ്. അപ്പൊ ലാബിസുദ്ദിസാർ എന്ന് പറഞ്ഞാൽ കോട്ട് ധരിച്ചവൻ. ഞാൻ അതിന്റെ മാനം എന്താന്നുള്ളത് തിരഞ്ഞെടുക്കണ്ട. അദ്ദിസാർ എന്ന് പറഞ്ഞാൽ മാ ഫൗഖൽ ഖമീസ്, നമ്മളുടെ നീളക്കുപ്പായുണ്ടല്ലോ ഖമീസ്, അതിന്റെ മുകളിൽ ധരിക്കുന്ന സാധനത്തിനാണ് കോട്ട് എന്ന് പറഞ്ഞത്. അതിനാണ് ദിസാർ എന്ന് പറയാം. ആ ദിസാർ ധരിക്കുന്ന ആളെ സംബന്ധിച്ചാണ് മുദ്ദസിർ എന്ന് പറയാം. അതാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർ പറഞ്ഞത്. യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം അതാണ്, കോട്ട് ധരിച്ച് നിൽക്കുന്ന ആൾ. അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏത് സന്ദർഭത്തിലാണ് യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് പറഞ്ഞൊക്കെ ഹബീബാവോട് വിശദീകരിച്ചത്. ആദ്യം യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറഞ്ഞു, പിന്നീടാണ് യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് പറയുന്നത്. അതൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഹയവാൻ കോളാമ്പി, കാട്ടുവളപ്പിൽ കോമാടന്റെ കോളാമ്പി ഏബിസ്ഥാൻ പഠിപ്പിക്കാൻ വരിക. എടോ ശൈഖുന സുൽത്താനുൽ ഉലമ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിന്റെ തഫ്സീറുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു തഫ്സീറിൽ ആ വിഷയം ഉണ്ടാകും. ഇപ്പൊ ഈ വിഷയമൊക്കെ ഒരുപാട് തഫ്സീറുകളിലുണ്ട്. ഇതതിന് തിരണ്ടേ? ഇതാ കോമാടന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞ് ചൈത്താന്റെ നിർദ്ദേശം ഇങ്ങനെ പറഞ്ഞെടുക്കല്ലേ, ഒരു വസ്തുവും തിരിയില്ല. ഓനാ സുൽത്താനുൽ ഉലമനെ പഠിപ്പിക്കാൻ വരുന്നത്. നേരത്തെ മക്ബറയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പിന്നോട്ടടിച്ചിട്ടാണ് ഇറങ്ങേണ്ടത്, അതാണ് മസാല എന്ന് പറഞ്ഞാണ്ട് വന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ചെടുത്തപ്പോൾ മുണ്ടില്ല. ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പേരോട് ഉസ്താദ് പറഞ്ഞപ്പോൾ നമ്മൾ തഫ്സീറുകളാണ് വായിച്ചിട്ട് അതിന്റെ വിഷയമാണ് പറഞ്ഞിട്ട് പിന്നെ അതിനെ പറ്റി മുണ്ടിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ എബിസാർ പഠിപ്പിക്കാൻ വരിക.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള പോവാണ്.